ഹലോ. അപ്പോൾ ദേ ഇവിടെ നമ്മൾ നമ്മുടെ അൽ ജാദ പാർക്ക്, അതായത് മൊബൈലിലാണ്, ഷാർജ മൊബൈലിലാണ് ഈ പാർക്ക്. അപ്പോൾ ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഭയങ്കര, ഞാൻ ഇതിനകത്ത് ഞങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര നല്ല ഫോട്ടോസൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ വന്നപ്പോഴും അതേപോലെയൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല പക്ക നീറ്റായിട്ടുള്ള ഒരു ഏരിയ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു കളി കിട്ടി, ചെറിയൊരു കളി കിട്ടി. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഈ ലാസ്റ്റൊക്കെ പോയപ്പോൾ പാർക്കുകളിലൊക്കെ പോയപ്പോൾ ഫുഡ് കൊണ്ടുപോകുമായിരുന്നു. പ്രത്യേകിച്ച് അമ്മ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. കഞ്ഞി പയറ് ഒക്കെ സെറ്റ് ചെയ്തൊക്കെ എടുത്തുകൊണ്ട് പോയി. പക്ഷേ ഇവിടെ പുറത്തുനിന്നുള്ള ഫുഡ് അകത്തേക്ക് അലൗഡ് അല്ലായിരുന്നു, അത് നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അവർ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല മാന്യമായ രീതിയിൽ ചേട്ടന്മാർ. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഒരാൾക്ക് പെർമിഷൻ കൊടുത്ത് പോയാൽ കയറ്റി പോകണം, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പോലും അവർ കേക്ക് മുറിച്ചിട്ടെന്ന് ചോദിച്ചിട്ട് നമ്മൾ അലോ ചെയ്തില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ കാറിൽ അവിടെ സ്പേസ് ഉണ്ടല്ലോ, അവിടെ കഴിച്ചോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിലത്തെ രീതി, നാട്ടിലെവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന പരിപാടിയാണ്. പ്രത്യേകിച്ച് തമിഴ്നാട് ഏരിയയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഫുഡ് ഇങ്ങനെ പാഴ്സൽ ചെയ്തുകൊണ്ട് പോകും. കാറിൻ്റെ ഡിക്കി തുറന്ന് വെക്കും, ഡിക്കിയുടെ ബാക്കിലേക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാം. ഞങ്ങൾ അൽ ജാഡ പാർക്കിൽ പോവാണ്. എവിടെ? ഷാർജ മൊബൈല ഷാർജ ആണല്ലേ. പാർക്കെന്ന് കേട്ടു ചാടി കയറിയിരുന്നു. അമറിനെ എവിടെ പോവാ? എങ്ങോട്ടാ? അവിടെ ഇരിപ്പുണ്ടോ? എപ്പ ചെല്ലും അവിടെ ഏരിയ? Too much bro. ഫസ്റ്റ് അതിൽ തഴക്കം വളകം വിളകം വണ്ടി വരുവാ. മാറ്റുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടന്നു. എല്ലാവരും ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ നടന്നു. ഞാൻ കഞ്ഞിക്ക് കുറച്ച് ചൂട് കൂടുതലായതുകൊണ്ട് എനിക്ക് അത്ര സ്പീഡിൽ കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് കുറച്ച് സമയം എടുത്ത് കഴിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് കാരണം പതുക്കെ സമയമൊക്കെ എടുത്ത് നല്ല റിലാക്സ് ചെയ്ത് ചൂടൊക്കെ അരച്ച് കഴിച്ച് ഇവരെ ഫ്രണ്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻട്രോ ഒന്ന് എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അപ്പം നല്ലൊരു പുറത്തുനിന്ന് കണ്ടിട്ട് ഇത്രയും ജസ്റ്റ് അവിടെ എൻട്രൻസിൻ്റെ അവിടെ വരെ പോയായിരുന്നു. എൻട്രൻസിൻ്റെ ആ ഒരു കുറച്ചുള്ളിലേക്ക് കയറിയായിരുന്നു. അത്രയും കണ്ടിട്ട് തന്നെ നല്ല രസമാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പം സമയം ഇവിടെ 10 ആയിട്ടോ. അപ്പോൾ ഇത് 24 hour ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അറിയത്തില്ല, ഇപ്പം പബ്ലിക് ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇനി 24 hour അല്ലെങ്കിൽ തന്നെ അത് 24 hour ആക്കിയോ അതെയോ ഇനി 12 മണി വരെ ഉള്ളോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ കയറാൻ പോവാം. നല്ല ഒരു ആംബിയൻസ് ആണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട്, ഈ ഏരിയയിലല്ല കുറച്ച് കിലോമീറ്ററുകൾ ബൈക്കിന് മുതലേ നമുക്കൊരു നല്ല ഭയങ്കര നീറ്റായിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് പോകാം. അകത്ത് പോയിട്ട് വീഡിയോസൊക്കെ കാണിച്ചു തരാം കേട്ടോ. അത് എൻട്രൻസ് എത്തി. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഇവിടെ കുറേ ഫുഡ് കൗണ്ടറുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ കുറേ ഉണ്ട്. ഇതുണ്ടോ, നല്ല രസം, നല്ല നീറ്റായിട്ട് കിടക്കുന്നു. വേറെ അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിന്നേക്കാമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവരെ അവിടെ കണ്ടുപിടിച്ചു. ഉണ്ടോ, നല്ല ഏരിയ, നല്ല നീറ്റായിട്ടുള്ള ഏരിയ, തിരക്കൊന്നുമില്ല. അങ്ങനെ അകത്തേക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. മറിക്കുട്ടി അവിടെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. പിന്നെ മറിക്കുട്ടി പോയിട്ടിരിക്കുന്ന ഷോർട്സ് ഉണ്ടല്ലോ, ഞാൻ തയ്ച്ചാണേ. ഞാനിട്ടേക്കുന്ന എൻ്റെ ടോപ്പും ഞാൻ തയ്ച്ചാണേ.
മറിയക്കുട്ടി ഈ കൂട്ടൊന്നും പിടിപ്പിച്ചാലോ നമുക്ക് കാലയില് കറിക്കകത്തൂടെ. അവിടെ പോകാനാ അവിടെ പോകാനോ? വെറൈറ്റി റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അബദ്ധം പറ്റിയ മറികുട്ടി ഇരിക്കുന്ന എല്ലാം ബോളാന്ന് ഓർത്തിട്ട് ഓടി വന്നിട്ട് എടുക്കാൻ നോക്കിയേ. ഇപ്പോൾ അവിടെയും നിന്നിട്ട് ഓടി നിന്നിട്ട് ബോളാന്ന് ഓർത്തെടുക്കാൻ പോയിട്ടുണ്ട്. നല്ല രസം മരങ്ങൾ ആ സ്റ്റേജ് കൊടുക്കുന്നുണ്ട്. പന്ത്രണ്ട് മണി വരെ കേട്ടോ പാർക്കിൻ്റെ ടൈം. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഷട്ടിലൊക്കെ കളിച്ച് കുറച്ച് സ്കേറ്റ് പാർക്ക് എന്ന് അതിൻ്റെ പേര് തന്നെ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ പോവുകയാണേ. 12:15 സൈഡിൽ നിന്ന് തൊട്ട് ഇങ്ങനെ സെക്യൂരിറ്റിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു.
തിരിച്ചപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. നല്ല കുറച്ച് പുൽത്തകിടും കാര്യങ്ങളുണ്ട്, നടക്കാനുള്ള ഏരിയ ഉണ്ട്, ഇരിക്കാനുള്ള ഏരിയ ഉണ്ട്, ചെറിയൊരു പാർക്കുണ്ട്, പിന്നെ മെയിനായിട്ട് സ്കേറ്റിങ്ങിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.